LCM ആൻഡ് HCFിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക്, അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ കൂടെ ഈ ചാപ്റ്റർ LCM ആൻഡ് HCF ലസാഗു സാഗ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിലെ കാര്യം മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജോസ് കാപ്പൻ എന്ന പേരിൽ JOSCKAPPEN എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് കിട്ടും. സോ അത് വീഡിയോസ് ഓരോന്നും ഇടുമ്പോൾ മിസ്സാവാതിരിക്കാൻ കറക്റ്റ് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ക്ലാസ് കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ആ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടി ഒന്ന് പരിഗണിക്കുക. പിന്നെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒരു നല്ല വാക്ക് പറയാൻ മറക്കാതിരിക്കുക. ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എത്രാമത്തെ ടൈപ്പായിരുന്നു പഠിച്ച് നിർത്തിയത് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് നിർത്തിയത് 14ാമത്തെ ടൈപ്പ് പഠിച്ചിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞത് ഭിന്നസംഖ്യകളുടെ LCMും HCFും കാണുന്നത് എങ്ങനെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അല്ലേ? 14ാമത്തെ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 15ാമത്തെ ടൈപ്പാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യത്തിന് ഒരു സ്റ്റാർ കൊടുത്തേരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒത്തിരി തവണ റിപ്പീറ്റ് ആണ്. മക്കളെ എപ്പോഴും ഓർക്കുക, ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ LCMും അവയുടെ HCFും ഗുണിക്കുന്നത് ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സാണ്. അതായത് LCM ഇൻറ്റു HCF ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ LCMും HCFും ഗുണിക്കുന്നത് ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ LCM ഇൻറ്റു HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറിന് തുല്യമായിരിക്കും. ഇത് രണ്ട് സംഖ്യകളുടെ കേസിൽ മാത്രമേ ശരിയാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ LCMും HCFും കണ്ടുപിടിച്ച് ഗുണിക്കുന്നത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് മക്കളെ 20, 25 ഈ രണ്ട് സംഖ്യകളുടെ LCM എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. HCF എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? 20ൻ്റെ 25ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 5. 20ൻ്റെ 25ൻ്റെ LCM 20 കൊണ്ട് 25 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതിൻ്റെ LCM അത് 100. ഓക്കെ, നിങ്ങൾ LCM ഇൻറ്റു HCF ചെയ്യുമ്പോൾ എത്ര കിട്ടും? LCM ഇൻറ്റു HCF ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 ഇൻറ്റു 5 500 ആണോ? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 25 അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നിങ്ങൾക്ക് 500 കിട്ടും. അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സിന് തുല്യമല്ലേ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറിന് തുല്യമല്ലേ? വേറെ എക്സാമ്പിൾ എടുക്കാം. ഇനി ഇത് എക്സാമ്പിളിൻ്റെ പ്രശ്നമാണെങ്കിലോ മക്കളെ, രണ്ട് സംഖ്യകൾ, ഒന്ന് 30, ഒന്ന് 50. ഈ രണ്ട് സംഖ്യകളുടെ LCM എത്രയാ? 30 കൊണ്ടും 50 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 150. ഓക്കെ, HCF എത്രയാ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അത് 10 അല്ലേ മക്കളെ? ഓക്കെ, LCM ഇൻറ്റു HCF എത്രയാന്ന് നോക്കിയേ. LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ 1500 കിട്ടും ആണോ? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 30 ഇൻറ്റു 50 എത്രയാ? അതും നമുക്ക് 1500 കിട്ടില്ലേ? ഇല്ലേ? കിട്ടും. അപ്പോൾ എന്താ നമ്മൾ പഠിച്ച റൂള് അല്ലെങ്കിൽ പഠിച്ച നിയമം, അല്ലെങ്കിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന നിയമം എന്താ? ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ LCMും HCFും കണ്ടുപിടിച്ച് ഗുണിക്കുന്നത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. റെഡി? അപ്പോൾ LCM ഇൻറ്റു HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, ഇവിടെ രണ്ട് സംഖ്യകൾ LCM തന്നിട്ടുണ്ട്, HCFും തന്നിട്ടുണ്ട്. ഒരു സംഖ്യ 144 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതല്ലേ മക്കളെ ചോദ്യം? അപ്പോൾ എനിക്കറിയാം LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു
ഫസ്റ്റ് നമ്പർ അല്ലേ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണ്. ശരിയാണോ? LCM നമുക്ക് 432 കിട്ടും, HCF നമുക്ക് 12 കിട്ടും, ഫസ്റ്റ് നമ്പർ 144 കിട്ടും, സെക്കൻഡ് നമ്പർ അറിയില്ല, സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം. ആണോ? ഈ സെക്കൻഡ് നമ്പർ കാണാൻ 12ഉം 144 നേരെ നേരെ കിടക്കുന്നത് വെട്ടിക്കളയാം. കാരണം ഈ 144 ഇതിൻ്റെ താഴേക്കല്ലേ, നമ്മൾ ഈ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴേക്കല്ലേ വരാറ്, അല്ലേ മക്കളെ? ഈ ഗുണിക്കാൻ കിടക്കുന്ന 144 ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കാനല്ലേ ആവുന്നത്, ഇങ്ങനെയല്ലേ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും വെട്ടിക്കളയാമെങ്കിൽ ആ സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് നേരെ അങ്ങ് വെട്ടാലോ. യെസ്, 12 × 12 ആണല്ലോ 144, 12 തവണ. ഓക്കെ, അപ്പം ഈ 12ഉം 432 വീണ്ടും ഇവിടുന്ന് തന്നെ വെട്ടാം. ശരിയല്ലേ? 3 തവണ 36 വരെ. ശരിയല്ലേ? 3 തവണ 36 വരെ, ബാക്കി 7. 72ൽ 12 6 തവണ. അപ്പോൾ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു നമുക്ക് 36 എന്ന് കിട്ടും. സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 36. ചെയ്തത് ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇങ്ങനെ വെട്ടിച്ചെറുതാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലെന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ചെയ്താലും മതി. LCM 432 ഇൻറ്റു HCF 12 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ 144 ഇൻറ്റു സെക്കൻഡ് നമ്പർ കാണണം. ഈ സെക്കൻഡ് നമ്പർ കാണാൻ ഇത് താഴേക്ക് പോകും. 432 ഇൻറ്റു 12/144 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പർ കിട്ടും. ശരിയാണോ മക്കളെ? ഈ 12 144 വെട്ടിക്കളഞ്ഞു 12 തവണ. 432/12 ആണ് നമുക്ക് 36 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 36 എന്ന് കിട്ടും. അപ്പോൾ ഓർക്ക, സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നത് വെട്ടിച്ചെറുതാക്കി ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരി, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. 2 സംഖ്യകളുടെ LCM തന്നിട്ടുണ്ട് 192, HCF തന്നിട്ടുണ്ട് 16. അതിലൊരു സംഖ്യ 48 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ കാണണം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഒരു നമ്പർ A എന്ന് ഒരു സംഖ്യ നമ്പർ B എന്ന് എടുക്കാം. A × B ആണെന്ന് എടുക്കാം. അപ്പോൾ LCM 192, HCF 16 അല്ലേ? ഒരു സംഖ്യ 48, രണ്ടാമത്തെ സംഖ്യ B കാണണം. ശരിയല്ലേ? ഈ 48 താഴേക്ക് പോകും. 192 × 16 ഡിവൈഡഡ് ബൈ 48 എന്ന് വരും. ശരിയാണോ മക്കളെ? യെസ്, 16ഉം 48ഉം വെട്ടിക്കളയാം 3 തവണ. 192/3 എന്ന് വരും. യെസ്, ഈ 3ഉം 192 വെട്ടിക്കളയുമ്പം 6 3 18, 12ൽ 4 തവണ. ഉത്തരം 64 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ന്യൂ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഓക്കെ, വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാം. വ്യക്തമാണല്ലോ? പക്കയാണല്ലോ? ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ കാണും അല്ലേ? LCM 258 ആണ്, HCF 18 ആണ്. 2 സംഖ്യകളിൽ ഒരു സംഖ്യ 54 ആണ്. രണ്ടാമത്തെ സംഖ്യ A × B എന്ന് എടുക്കുകയാണെങ്കിൽ B കാണാനാണ് ചോദ്യം. ഈ 54 താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് ആക്കി ചെയ്യാം, അല്ലെങ്കിൽ നേരെ തന്നെ വെട്ടിക്കളയാം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 258 × 18/54 എന്ന് വരും. ശരിയാണോ കുഞ്ഞുങ്ങളെ? ഈ 18ഉം 54ഉം വെട്ടിക്കളയാം. 18 × 3 ആണ് 54. ഇനി ഈ 3ഉം 25ഉം വെട്ടിക്കളയാം. 8 3 24, 18ൽ 6 തവണ 86 എന്ന് കിട്ടും. 86. സോ സെക്കൻഡ് നമ്പർ B ഈസ് ഈക്വൽ ടു നമുക്ക് 86 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ്. അപ്പോൾ ഓർക്കുക, LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആയിരിക്കും. ഏതെങ്കിലും 2 സംഖ്യകളിലെ LCM ഉം HCF കണ്ടുപിടിച്ച് ഗുണിക്കുന്നത് ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്. ഓക്കെ, അവയുടെ LCM 140 ആയാൽ HCF എത്ര? LCM ഇൻറ്റു HCF ആണ് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ശരിയല്ലേ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ശരിയല്ലേ? ഈ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് നമുക്ക് 980 എന്ന് എടുക്കാം. LCM നമുക്ക് 140 എന്ന് എടുക്കാം. HCF എത്രയാണെന്ന് കാണണം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ HCF കാണാൻ HCF കാണാൻ 980 ഡിവൈഡഡ് ബൈ 140 ചെയ്യണം അല്ലേ? ഇതും വെട്ടിപ്പോയി. എത്ര തവണയാണ് മക്കളെ? 7 തവണയല്ലേ? 14 × 7 അല്ലേ? 7 4 28, 7 × 10 70. കണ്ടോ?
അപ്പം 98/14 98/14 നമുക്ക് 7 കിട്ടുന്നത്. HCF 7 കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചോണം, ചെയ്തോണം കേട്ടോ. ശരി, നെക്സ്റ്റ് വൺ, അടുത്ത ടൈപ്പ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു? തുടങ്ങിയത് 15-ലായിരുന്നു അല്ലേ? അപ്പോൾ ഇനി അടുത്ത ടൈപ്പ് 16 16ാമത്തെ ടൈപ്പ്. 16ാമത്തെ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് ഈ നോട്ട് ഒന്ന് എഴുതിക്കേ. HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും LCM. ഓക്കെ, HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും LCM, LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF. ഈ രണ്ട് കാര്യങ്ങളൊന്ന് എഴുതി വെച്ച്. അതായത് എപ്പോഴും HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM, HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM, LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF. HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM, LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നോട്ടായിട്ട് എഴുതുക. എന്നിട്ട് ഈ ചോദ്യം ചെയ്യുക. രണ്ട് സംഖ്യകളുടെ HCF തന്നിട്ടുണ്ട്. എത്രയാ? 24. എങ്കിൽ അവയുടെ LCM ആകാവുന്നത് ഏത്? നമ്മൾ പഠിച്ചു HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും LCM ആണോ? അപ്പോൾ 24ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് LCM ആകാൻ സാധ്യത. അപ്പോൾ ഇവിടെ ഇത് 24ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 24ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 24ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 72 24ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ HCF 24 ആണെങ്കിൽ 72 ആണ് LCM ആകാൻ സാധ്യത. കാരണം LCM എപ്പോഴും HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, 3 സംഖ്യകളുടെ HCF 9 ആണ്. അവയുടെ LCM ആകാവുന്നത് ഏത്? HCF 9 ആണെങ്കിൽ 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM, HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതെന്തായാലും 6 1 7 1 8 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. യെസ്, 8 4 12 6 18 ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ മക്കളെ? അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമായിരിക്കണം ഒരു സംഖ്യ 9ന് മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അല്ലേ? 6 4 10 8 18 18 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 684 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ക്ലിയർ ആണോ? ഇതല്ല, ഇവിടെ 11 17 അക്കങ്ങളുടെ തുക 17 അല്ല. ഇതോ 14 അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും LCM. അപ്പോൾ 9 HCF, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് LCM ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ LCM ആകാൻ സാധ്യത 684, കാരണം അത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. എങ്ങനെ മനസ്സിലാവും 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന്? അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമാണെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ അക്കങ്ങളുടെ തുക 18, 9ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ആ സംഖ്യ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, യെസ്, രണ്ട് സംഖ്യകളെ LCM തന്നിട്ടുണ്ട്. LCM 360 ആണ്. എങ്കിൽ HCF ആകാത്തത് ഏത്? HCF എന്ന് പറഞ്ഞാൽ LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പം LCM 360 ആണെങ്കിൽ 360ൻ്റെ ഫാക്ടർ ആയിരിക്കും എപ്പോഴും HCF. ഇത് 360ൻ്റെ ഒരു ഫാക്ടറാണ്, ഘടകമാണ്. ഇത് 360ൻ്റെ ഒരു ഫാക്ടറാണ്, ഇത് 360ൻ്റെ ഒരു ഫാക്ടറാണ്. എന്നാൽ ഇത് 360ൻ്റെ ഫാക്ടർ അല്ല. നിങ്ങൾ 360/16 ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് HCF ആകാൻ സാധ്യതയില്ലാത്തത് 16 ആണ്. LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF. കേൾക്കുന്നുണ്ടോ മക്കളെ? LCM 360ൻ്റെ ഒരു ഫാക്ടറാണ് HCF അല്ലേ? 360ൻ്റെ ഫാക്ടറാണ് 18, അതുകൊണ്ട് ഇത് HCF ആകും. 360ൻ്റെ ഫാക്ടറാണ് 9, HCF ആകാം. ഇതും HCF ആകും. 16 360ൻ്റെ ഒരു ഫാക്ടർ അല്ലാത്തതുകൊണ്ട് HCF ആകില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ HCF തന്നിട്ടുണ്ട്. HCF എന്ന് പറഞ്ഞാൽ 14. താഴെ തന്നിരിക്കുന്നവയിൽ സംഖ്യകളുടെ വ്യത്യാസമാകാൻ സാധ്യതയുള്ളത്. മക്കളെ, രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ വ്യത്യാസവും എല്ലാം അതിൻ്റെ HCFൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. തുകയും വ്യത്യാസവും ഒക്കെ HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 14ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 42 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഓർക്കുക, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും ഒക്കെ അതിൻ്റെ HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ രണ്ട് സംഖ്യകളുടെ വ്യത്യാസമാകാൻ സാധ്യതയുള്ളത് HCFൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ ആയിരിക്കും. തുകയാകാൻ സാധ്യതയുള്ളതൊക്കെ HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ വ്യത്യാസം, ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും അവയുടെ തുകയും ഒക്കെ ആ സംഖ്യകളുടെ HCFൻ്റെ മൾട്ടിപ്പിൾസിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ HCFൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും.
ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും ആകാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ അതിൻ്റെ HCFൻ്റെ മൾട്ടിപ്പിൾ ആവാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നോട്ടായിട്ട് എഴുതി വെച്ചോ, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും അതിൻ്റെ HCFൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. റെഡി മക്കളെ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ അപ്പം ഈ ടൈപ്പിൽ ചെയ്ത ഈ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആണ് എങ്കിൽ നമ്മൾ ഇനി പഠിക്കുന്നത് 17ാമത്തെ ടൈപ്പാണ്, ലാസ്റ്റ് ടൈപ്പ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വൺ 17ാമത്തേത്. ശ്രദ്ധിച്ച് കേട്ടോണേ, കുറച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചിരുന്നോണം. 3 സംഖ്യകൾ 3:5:7 എന്ന റേഷ്യോയിലാണ്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, ഇത് മൂന്നാമത്തെ സംഖ്യ. ഈ 3 സംഖ്യകൾ ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 3:5:7 എന്ന റേഷ്യോയിലാണ്. ഇവയുടെ HCF 8 ആയാൽ സംഖ്യകൾ ഏവ എന്നാണ് ചോദ്യം. അപ്പോൾ 3 സംഖ്യകളുടെ റേഷ്യോ എത്രയാ? 3:5:7. മക്കളെ, ഈ 3 സംഖ്യകളുടെ റേഷ്യോ 3:5:7 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ 3 എന്ന റേഷ്യോയിലാണ്, അടുത്ത സംഖ്യ 5 എന്ന റേഷ്യോയിലാണ്, അടുത്ത സംഖ്യ 7 എന്ന റേഷ്യോയിലാണ്. ഈ 3 റേഷ്യോകളുടെ HCF എന്ന് പറഞ്ഞാൽ 1 എന്ന റേഷ്യോ അല്ലേ? അതായത് ഒരു റേഷ്യോ അല്ലേ മക്കളെ ഇതിൻ്റെ HCF? നിങ്ങൾ നോക്കിയേ, 3ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും HCF 1 അല്ലേ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ 3 എന്ന റേഷ്യോയുടെയും 5 എന്ന റേഷ്യോയുടെയും 7 എന്ന റേഷ്യോയുടെയും HCF 1 എന്ന റേഷ്യോയാണ്. ഇവയുടെ HCF 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 എന്ന റേഷ്യോ 8 ആണെന്ന് അർത്ഥം. 1 എന്ന റേഷ്യോ 8 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ 3 എന്ന റേഷ്യോയാണ്, N3 24. രണ്ടാമത്തെ സംഖ്യ 5 എന്ന റേഷ്യോയില, N5 40. മൂന്നാമത്തെ സംഖ്യ 7 എന്ന റേഷ്യോയില, 7 8 56. അപ്പോൾ ആ 3 സംഖ്യകൾ 24, 40, 56. 24, 40, 56. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്ത രീതി ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. 3 സംഖ്യകൾ 3:5:7 എന്ന റേഷ്യോയിലാണ്. ആണോ? 3 സംഖ്യകൾ 3:5:7 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 3 എന്ന റേഷ്യോയിൽ, അടുത്ത സംഖ്യ 5 എന്ന റേഷ്യോയിൽ, അടുത്ത സംഖ്യ 7 എന്ന റേഷ്യോയിലാണ്. കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പം ഈ 3 റേഷ്യോകളുടെ HCF, 3ൻ്റെ 5ൻ്റെ 7ൻ്റെ HCF 1 അല്ലേ മക്കളെ? അപ്പം 3 റേഷ്യോകളുടെ HCF 1 എന്ന റേഷ്യോയാണ്. ഇവയുടെ HCF 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 എന്ന റേഷ്യോ 8. ഒരു റേഷ്യോ 8 ആണെങ്കിൽ 3 റേഷ്യോ 24, 5 റേഷ്യോ 40, 7 റേഷ്യോ 56 ആയിരിക്കും. അടുത്തൊരു ചോദ്യം ചെയ്യാം. 1-2 ചോദ്യം ആവുമ്പോൾ സെറ്റാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 സംഖ്യകൾ 2:5:6 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ HCF 12 ആയാൽ സംഖ്യകളേവ. മക്കളെ, ഒന്നാമത്തെ സംഖ്യ 2 എന്ന റേഷ്യോയിൽ, രണ്ടാമത്തെ സംഖ്യ 5 എന്ന റേഷ്യോയിൽ, മൂന്നാമത്തെ സംഖ്യ 6 എന്ന റേഷ്യോയിൽ. 1 എന്ന റേഷ്യോയുടെയും 2 എന്ന റേഷ്യോയുടെയും 2 എന്ന റേഷ്യോയുടെയും 5 എന്ന റേഷ്യോയുടെയും 6 എന്ന റേഷ്യോയുടെയും HCF ഒരു റേഷ്യോ ആണ് അല്ലേ? നിങ്ങൾ നോക്കിയേ, 2ൻ്റെ 5ൻ്റെ 6ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 അല്ലേ? അപ്പോൾ 2 എന്ന റേഷ്യോയുടെ 5 എന്ന റേഷ്യോയുടെ 6 എന്ന റേഷ്യോയുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 എന്ന റേഷ്യോയാണ്. അപ്പോൾ 1 എന്ന റേഷ്യോയാണ് 12. കാരണം HCF 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. HCF ഒരു റേഷ്യോ ആണ്, അപ്പോൾ ഒരു റേഷ്യോ 12 ആണ്. എങ്കിൽ 2 റേഷ്യോ 24 ആണ്, 5 റേഷ്യോ 60 ആണ്, 6 റേഷ്യോ 72 ആണ്. സോ 24, 60, 72. 24, 60, 72. റെഡി ആണല്ലോ ചെയ്തത്? നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം. യെസ്. 3 സംഖ്യകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. 2:3:4 എന്ന അംശബന്ധത്തിലാണ് 3 സംഖ്യകൾ. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, ഇത് മൂന്നാമത്തെ സംഖ്യ. അവയുടെ LCM 480 ആയാൽ അവയുടെ തുക എത്ര? മക്കളെ, നിങ്ങൾ നോക്കിയേ, ഈ 3 റേഷ്യോയുടെ LCM എന്ന് പറഞ്ഞാൽ 12 റേഷ്യോ അല്ലേ? 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെയും LCM 12 റേഷ്യോ ആണ്. വേണ്ട,
2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും LCM എത്രയാ? 2ൻ്റെയും 4ൻ്റെയും LCM 4, 4ൻ്റെയും 3ൻ്റെയും LCM 12. ഇപ്പം 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും LCM 12 ആണെങ്കിൽ 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെയും LCM 12 എന്ന റേഷ്യോയാണ്. ആണോ? LCM 480 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 എന്ന റേഷ്യോ 480 ആണ്. ശരിയല്ലേ? 12:480 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 480/12, അതായത് ഒരു റേഷ്യോ 40 തുല്യമാണ്. ശരിയല്ലേ? ഒരു റേഷ്യോ 40 ആണെങ്കിൽ നമുക്ക് സംഖ്യകളുടെ എല്ലാം തുകയല്ലേ വേണ്ടേ? സംഖ്യകളുടെ എല്ലാം തുക എന്ന് പറഞ്ഞാൽ 2 + 3 + 4, ഇതിൻ്റെ എല്ലാം തുക 9 റേഷ്യോയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ തുക 2 റേഷ്യോയുടെയും 3 റേഷ്യോയുടെയും 4 റേഷ്യോയുടെയും കൂടെ തുക 9 റേഷ്യോ. 9 റേഷ്യോ എത്രയാണെന്ന് കണ്ടാൽ തുക എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 9 × 40, 9 × 4 36, 360 ആണ് മക്കളെ നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തതൊന്നുകൂടെ പറയട്ടെ. ഒരു സംഖ്യ 2 എന്ന റേഷ്യോയിൽ, അടുത്ത സംഖ്യ 3 എന്ന റേഷ്യോയിൽ, അടുത്ത സംഖ്യ 4 എന്ന റേഷ്യോയിൽ. ആണോ? 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെയും LCM 12 എന്ന റേഷ്യോയാണ്. LCM 480 തന്നിട്ടുള്ളതുകൊണ്ട് 12:480 ആണ്. അപ്പോൾ ഒരു റേഷ്യോ 480/12 40 ആണ്. ഒരു റേഷ്യോ 40 ആണെങ്കിൽ ഈ 3 സംഖ്യകളുടെ തുക കാണാനാണ് ചോദിച്ചേക്കുന്നത്. 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെയും തുക 9 എന്ന റേഷ്യോയാണ്. 9 റേഷ്യോ ആണ് എത്ര മക്കളെ? കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 9 റേഷ്യോ, എല്ലാത്തിൻ്റെയും കൂടെ തുക കാണാൻ പറഞ്ഞാൽ റേഷ്യോസ് എല്ലാം കൂട്ടി 9 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു റേഷ്യോ 40 ആണെങ്കിൽ 9 റേഷ്യോ 9 × 40 360 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1-2 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ റെഡി ആവും കേട്ടോ. 3 സംഖ്യകൾ ഏതൊക്കെ റേഷ്യോയിലാണ്? 1:3:5 എന്ന റേഷ്യോയിലാണ്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, ഇത് മൂന്നാമത്തെ സംഖ്യ. ശരി. അവയുടെ HCF 12 ആണ് എങ്കിൽ LCM എത്ര? 1 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 5 എന്ന റേഷ്യോയുടെയും HCF എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ അല്ലേ മക്കളെ? 1ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും HCF 1 ആണെങ്കിൽ ഒരു റേഷ്യോയുടെയും 3 റേഷ്യോയുടെയും 5 റേഷ്യോയുടെയും HCF ഒരു റേഷ്യോയാണ്. ഓക്കെ. ഈ HCF 12 ആണെങ്കിൽ ഒരു റേഷ്യോ 12 ആണെന്നല്ലേ അർത്ഥം. ശരി. എങ്കിൽ ഇവയുടെ എല്ലാ LCM എത്രയാണ് മക്കളെ? ഇവയുടെ എല്ലാ LCM 1ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും LCM 15. അപ്പോൾ ഒരു റേഷ്യോയുടെയും 3 റേഷ്യോയുടെയും 5 റേഷ്യോയുടെയും LCM 15 റേഷ്യോയാണ്. ശരിയാണോ? ഒരു റേഷ്യോ 12 ആണെങ്കിൽ 15 റേഷ്യോ എത്രയാണെന്ന് കാണാൻ 15 × 12 ചെയ്താൽ പോരെ. സോ ആൻസർ 180 എന്ന് കിട്ടും. ശരിയല്ലേ? 15 × 12 ആൻസർ 180. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഞാൻ ചെയ്ത് ഒന്നുകൂടെ പറയാം. 3 സംഖ്യകളുണ്ട്. അവയുടെ HCF ഒരു റേഷ്യോയും അവയുടെ LCM 15 റേഷ്യോയുമാണ്. 1ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും LCM 15. അപ്പോൾ ഒരു റേഷ്യോയുടെയും 3 റേഷ്യോയുടെയും 5 റേഷ്യോയുടെയും LCM 15 റേഷ്യോയാണ്. ഓക്കെ. അപ്പോൾ ഒരു റേഷ്യോ ആണ് 12, 15 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 15 × 12 180. അപ്പോൾ LCM എത്രയാണെന്ന് ചോദിച്ചാൽ 15 റേഷ്യോ ആണ്, അത് 180 ആണ്. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 സംഖ്യകൾ S4:5:7 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ HCF 6 ആയാൽ LCM എത്ര? മക്കളെ, ഈ 3 റേഷ്യോയുടെ HCF എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ആണോ? അപ്പോൾ HCF 6 ആണെങ്കിൽ ഒരു റേഷ്യോ 6 ആണ്. ഇതിൻ്റെ 3ൻ്റെ LCM എന്ന് പറയുന്നത് 4ൻ്റെ 5ൻ്റെ LCM 20, 20ൻ്റെ 7ൻ്റെ LCM 140 അല്ലേ? 140. അപ്പോൾ LCM 140 എന്ന റേഷ്യോയാണ്. ആണോ? ഒരു റേഷ്യോ 6 ആണെങ്കിൽ 140 റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 140 × 6 ചെയ്യണം. ശരിയാണോ മക്കളെ? 140 × 6 നമുക്ക് 840 എന്നാണ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ആൻസർ 840 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 4 എന്ന റേഷ്യോയുടെയും 5 എന്ന റേഷ്യോയുടെയും 7 എന്ന റേഷ്യോയുടെയും HCF എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. HCF 6 തന്നിട്ടുള്ളത് കൊണ്ട് ഒരു റേഷ്യോ 6ന് തുല്യമാണ്. ഈ 3 റേഷ്യോകളുടെ LCM 140 എന്ന റേഷ്യോയാണ്.
4ൻ്റെ 5ൻ്റെ 7ൻ്റെ LCM 140 ആണെങ്കിൽ 4 റേഷ്യോയുടെയും 5 റേഷ്യോയുടെയും 7 റേഷ്യോയുടെ LCM 140 എന്ന റേഷ്യോയാണ്. ഓക്കെ അല്ലേ? ഇനി LCM കാണാൻ 140 റേഷ്യോ എത്രയാണെന്ന് നോക്കണം. ഒരു റേഷ്യോ 6 ആണെങ്കിൽ 140 റേഷ്യോ 140 × 6 840 എന്നാണ് മക്കളെ നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അതേ പാറ്റേൺ തന്നെ 3 സംഖ്യകൾ 2:3:4 എന്ന റേഷ്യോയിലാണ്. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ശരി, അവയുടെ HCF 8ആണ്. നമുക്കറിയാം ഈ 3 റേഷ്യോയുടെയും കൂടെ HCF ഒരു റേഷ്യോ ആണ്. ശരിയല്ലേ? 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും HCF 1 അല്ലേ? അപ്പോൾ 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെ HCF ഒരു റേഷ്യോയാണ്. അപ്പോൾ HCF 8 ആണെങ്കിൽ ഒരു റേഷ്യോ 8ന് തുല്യമാണ്. ഇവയുടെ LCM എത്രയാണ് മക്കളെ? 2ൻ്റെയും 4ൻ്റെയും LCM 4, 4ൻ്റെയും 3ൻ്റെയും LCM 12 ആണ്. അപ്പോൾ 12 റേഷ്യോ ആണ് ഇവയുടെ LCM എന്ന് പറയുന്നത്. കാരണം 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും LCM 12 ആണെങ്കിൽ 2 എന്ന റേഷ്യോയുടെയും 3 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെ LCM 12 എന്ന റേഷ്യോയാണ്. ഓക്കെ, അപ്പോൾ LCM എത്രയാണെന്ന് കാണാൻ 12 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു റേഷ്യോ 8, അപ്പോൾ 12 റേഷ്യോ 12 × 8 നമുക്ക് 96 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് മക്കളെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് വൺ. അടുത്തൊരു ചോദ്യം. 1:3:6 എന്ന റേഷ്യോയിലാണ് 3 സംഖ്യകൾ. അവയുടെ HCF എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണെന്നറിയാം. HCF എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റേഷ്യോ 9ന് തുല്യമാണ്. അവയുടെ LCM കാണാനാണ് ചോദിച്ചേക്കുന്നത്. അവയുടെ LCM 1ൻ്റെയും 3ൻ്റെയും 6ൻ്റെയും LCM 6 എന്ന റേഷ്യോ ആണ് അല്ലേ? 1ൻ്റെയും 3ൻ്റെയും 6ൻ്റെയും LCM 6. അപ്പോൾ ഒരു റേഷ്യോയുടെയും 3 റേഷ്യോയുടെയും 6 റേഷ്യോയുടെ LCM 6 എന്ന റേഷ്യോയാണ്. ഓക്കെ, ഇനി LCM കാണാൻ പറഞ്ഞാൽ 6 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു റേഷ്യോ 9 ആണെങ്കിൽ 6 റേഷ്യോ 6 × 9, 9×6 54 എന്നാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ, 54 എന്ന് കിട്ടും. ചെയ്തത് പക്കയാണോ? നന്നായിട്ട് മനസ്സിലായോ? യെസ്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. സംഖ്യകൾ 1:2:4 എന്ന അംശബന്ധത്തിലാണ്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, ഇത് മൂന്നാമത്തെ സംഖ്യ. ഓക്കെ, ഇവയുടെ എല്ലാം LCM എത്രയാണ് മക്കളെ? 1ൻ്റെയും 2ൻ്റെയും 4ൻ്റെയും LCM 4. അപ്പോൾ ഒരു റേഷ്യോയുടെയും 2 റേഷ്യോയുടെയും 4 റേഷ്യോയുടെ LCM 4 എന്ന റേഷ്യോയാണ്. LCM 252 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 എന്ന റേഷ്യോ 252 ആണ്. ഓക്കെ, ഇവയുടെ HCF എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെയും 4ൻ്റെയും HCF 1. HCF 1 എന്ന റേഷ്യോയിലാണ്. ശരിയല്ലേ? 4 റേഷ്യോ 252. HCF കാണാൻ ഒരു റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. ഒരു റേഷ്യോ കാണാൻ 252/4 ചെയ്താൽ പോരെ? ഇതും വെട്ടിപ്പോയി. 8, 12ൽ 3, ആൻസർ 83. സോറി, 6, 4, 24. 6 തവണയാണ്. യെസ്, 12ൽ 4 3 തവണ 63 എന്ന് കിട്ടും ഒരു റേഷ്യോയുടെ വില. അപ്പോൾ HCF എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു റേഷ്യോ ആണ്, അത് 63. ചെയ്തതൊന്നുകൂടെ പറയട്ടെ മക്കളെ. 3 സംഖ്യകൾ 1:2:4 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, ഇവയുടെ എല്ലാം LCM 1ൻ്റെയും 2ൻ്റെയും 4ൻ്റെയും LCM 4. അപ്പോൾ 1 എന്ന റേഷ്യോയുടെയും 2 എന്ന റേഷ്യോയുടെയും 4 എന്ന റേഷ്യോയുടെ LCM 4 റേഷ്യോയാണ്. LCM 252 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 റേഷ്യോ 252. 4 റേഷ്യോ 252 ആണെങ്കിൽ ഒരു റേഷ്യോ കാണാൻ 252/4 ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 252/4 ചെയ്യുമ്പോൾ 63 കിട്ടും ഒരു റേഷ്യോയുടെ വില. ഇവയുടെ എല്ലാം HCF എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോയാണ്. ഒരു റേഷ്യോ 63 ആണെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ 63 ആണ്. സോ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് മക്കളെ, 63 എന്നാണ് കിട്ടുന്നത്. അത്ര ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ HCF എന്ന് പറയുന്ന ഭാഗം. അതായത് ആദ്യം നമ്മൾ എന്താണ് LCM എന്ന് മനസ്സിലാക്കി LCMൻ്റെ കണക്കുകൾ ചെയ്തു.
അത് കഴിഞ്ഞ് എന്താണ് HCF എന്ന് മനസ്സിലാക്കി HCFൻ്റെ കണക്കുകൾ ചെയ്തു. മൂന്നാമത് LCMും HCFും ഒരുമിച്ച് വരുന്ന കുറേ കണക്കുകളും ചെയ്തു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വൃത്തിയായിട്ട് പഠിക്കുക, നോട്ട് എഴുതുക, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ഇനി ഒരിക്കലും ഈ നോട്ട് മാറ്റേണ്ട, എല്ലാ എക്സാമിനും ഈ നോട്ട് തന്നെ പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത വീഡിയോ ആയിട്ട് ഈ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വലിയ വീഡിയോ വരും. അതുകൂടെ ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ച് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു എന്നൊരു ധാരണ കിട്ടും. അപ്പോൾ അതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. 2021 മുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തി ഒരു വലിയ വീഡിയോ വരുന്നുണ്ട്. സോ അതും കൂടെ ആകുമ്പം ഈ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ കവറാകും. അപ്പോൾ ഈ ചാപ്റ്റർ പക്ക സെറ്റാകും. ശരി മക്കളെ, അപ്പോൾ തീർച്ചയായും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. ടാറ്റാ.